ചങ്ങാതിമാരെ നല്ല ബീഫ് കറിയും കൂടെ പഴംപൊരിയും അത് നമ്മളെ മലയാളികളുടെ ഒരു ട്രെൻഡിങ് വികാരം തന്നെയാണ്, ഒന്നും പറയാനില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അതേ ഏറ്റുമാനൂരുള്ള എൻ്റെ അമ്മ റെസ്റ്റോറൻറ്റിൽ കിട്ടുക്കാച്ചി ഐറ്റം എന്ന് പറയുന്ന സാധനം പഴംപൊരി, നല്ല സോയാബീൻ കറി, ബീഫ് കറിയെ കവച്ച് കിട്ടുന്ന ഒരു സാധനം കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. മണം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ചങ്ങാതി വേറെ ലെവല സാധനം. ഒന്നും നോക്കണം, നേരെ ഏറ്റുമാനൂർക്ക് പിടിപ്പിച്ചു. മാതാ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് എൻ്റെ അമ്മ വെയിറ്റർ റെസ്റ്റോറൻറ്റിലേക്ക് പിടിപ്പിക്കുക. എന്നിട്ട് ഈ സാധനം ചോദിച്ചൊക്കെ മേടിച്ച് കഴിക്കുക എൻ്റെ ചങ്ങാതി. എന്നിട്ട് അഭിപ്രായം കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്തണം. ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നപ്പോൾ ഇതേ കിടക്കാച്ചി മീൽസ്, നോൺ വെജ് മീനിൽ മാറിയിരിക്കും. നമുക്ക് ഇറച്ചി മീനൊന്നും വേണ്ട. ദേ ഈ സാധനം ഒന്ന് കണ്ടു നോക്ക്. നേരെ ഇല്ലുമ്പോൾ ദേ എരിശ്ശേരി, അതുപോലെ തന്നെ അവിയൽ, തോരന്, പൊരിയൽ, തീയൽ, ഈ വക സാധനങ്ങളെല്ലാം കൂടി ദേ മോര് കറിയും കൂടെ ഇട്ട് കഴിച്ച ശേഷം രസം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ചങ്ങാതി ഒന്നും പറയാനില്ല. കൂടുതൽ പായസം കൂടെ. എന്നിട്ട് ദേ ചമ്മന്തിപ്പൊടി, നെല്ലിക്കാച്ചാർ, എൻ്റെ ചങ്ങാതി ഇതൊക്കെ കാണിച്ച് നിങ്ങളെ കൊതിപ്പിച്ച് ആ ഒരു പരുവാക്കി കളയും. ഒന്നും നോക്കണ്ട, കണ്ണടച്ച് പിടിപ്പിച്ചു. ആ സമയത്ത് ഇത് ഷെഫ് നമ്മുടെ കിടക്കാച്ചി ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതേ വെളിച്ചെണ്ണ ഇട്ടു, കടുക് പൊട്ടിച്ച ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഈ വക സാധനം എല്ലാം കൂടെ ഇട്ടൊക്കെ വരട്ടും കേട്ടോ. ഞാൻ നോക്കുമ്പോഴേക്കും ഇതൊക്കെ നോക്കി കണ്ട് അടുപ്പിക്കണം കേട്ടോ. കാരണം അവർ പറഞ്ഞ കാര്യത്തിലുള്ള സീക്രട്ടാണ്. തേങ്ങാക്കൊത്തും എടുത്തൊരു ഇടിയിൽ കിട്ടും. തേങ്ങാക്കൊത്തിട്ട് ഇത് ഏകദേശം ഒരു ബീഫ് കറിയുടെ ലെവലാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ സംഭവം ബീഫ് കറിയല്ല. ബീഫ് കറീനൊക്കെ മാറ്റി ചേർത്ത് വേറെ ലെവൽ സാധനം. എന്നിട്ട് സവോളയും പച്ചക്കറിവേപ്പിലയും കൂടെ എടുത്തിട്ടിട്ട് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ദേ അവനെ അങ്ങ് നല്ലോണം അങ്ങ് വരട്ടുക കേട്ടോ. വരട്ടുക എന്ന് പറഞ്ഞാൽ നല്ല കളറാകുന്ന വരെ വരട്ടിയെടുക്കണം കേട്ടോ. ആ സമയത്ത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ ഇത് കഴിച്ചിട്ട് നിങ്ങളുടെ കിട്ടുക്കാച്ചി അഭിപ്രായം പറ. അതുപോലെ ഈ നല്ല പഴംപൊരി കിട്ടുന്ന കട ഏതെങ്കിലും അടിയിലൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതേ ഇതിലേക്ക് മസാല, മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലി പൗഡറും സാദാ ചില്ലി പൗഡറും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട ശേഷം അവനെയും ദേ ആ പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് വരട്ടിയെടുക്കും കേട്ടോ. ഇതുപോലെ നല്ല കട്ടയ്ക്ക് വരട്ടിയിരുന്ന് വരണ്ട ഒരു രൂപയായി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക. കുരുകുനാന്നറിഞ്ഞ് തക്കാളി എടുത്തിട്ട് ഒരു മറിച്ച ശേഷം അവനെ ഇട്ട് നല്ലോണം അങ്ങ് വരട്ടിയെടുക്കുക. എന്നിട്ട് അവരുടെ സ്പെഷ്യൽ മസാല എടുത്തിട്ട് മറിച്ചു. അതിൻ്റെ കൂട്ട് മാത്രം എന്നോട് പറഞ്ഞു കേട്ടോ. ഇതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കിട്ടുക്കാച്ചി മസാലയാണെന്ന് പറഞ്ഞത്. ആ മസാലയും കൂടെ ഇട്ട് വരട്ടുമ്പോഴേക്കും എൻ്റെ ചങ്ങാതി എന്നെ സ്മെല്ലാണ് വരുന്നത് അറിയുക. ഒരു കിട്ടുക്ക സമാല. ആ സമയത്ത് ഇതേ സോയാബീൻ വെള്ളത്തിൽ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഇട്ടിരിക്കുകയാണ്. ആ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ സോക്ക് ചെയ്ത സാധനം എടുത്തതേ ഇതിലേക്കൊരു മറിച്ച് അങ്ങ് തിളയ്ക്കാനങ്ങ് വെക്കുക. ആ തിളച്ചൊരു പരുവത്തിലായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വറുത്തരപ്പെടുന്നത് ഞാൻ കേട്ടോ. വറുത്തരപ്പും കൂടെ ഇട്ടിട്ട് അങ്ങ് കുറുക്കി ഇങ്ങ് എടുക്കും അവർ. ഇപ്പോഴേക്കും ഓരോ സ്റ്റെപ്പ് വരുമ്പോഴേക്കും നല്ല സ്മെല്ലാണ് വരുന്നത് എൻ്റെ ചങ്ങാതി. ആ ഒരു വേറെ ലെവലാണ് ടേസ്റ്റ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാലയും നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ചങ്ങാതി എൻ്റെ കിളി പോയി സംഭവം. സാധനം വേറെ ലെവലാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഇത് കാണുമ്പോൾ തന്നെ ചങ്ങാതിമാർക്ക് കൊതി വരുന്നില്ലേ. എന്നിട്ട് അതിന് വേണ്ട നമ്മുടെ സ്പെഷ്യൽ പഴംപൊരി കേട്ടോ. മൈദ ഇട്ടു, കുറച്ച് ജീരകം ഇട്ടു, എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടു, പഞ്ചസാര ഇട്ടു, എന്നിട്ട് അരിപ്പൊടിയും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചത് ഇതുപോലെ കലക്കി കൂട്ടിയെടുക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ വേറെ സീക്രട്ടും ഉണ്ട്, അവർ പക്ഷേ പറഞ്ഞു തന്നില്ല. ഏകദേശം ഞാൻ രൂപത്തിലും ഭാവത്തിലേക്ക് എടുത്തു. എന്നിട്ട് നല്ല എണ്ണയിലേക്ക് ഇവനെ അങ്ങ് ചൂടോടെ അങ്ങ് പൊരിച്ചെടുക്കുക. ഈ പഴംപൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകം നല്ല തേൻ പോലെ ഇരിക്കും, വെളി നല്ല ക്രിസ്പായിരിക്കും. അത് നാടൻ കൊലയ്ക്ക് ചെയ്യുന്ന പരിപാടിയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇതിൻ്റെ അകം നല്ല തേൻ പോലെ ഇരിക്കും, വെളിയിൽ നല്ല ക്രിസ്പായിരിക്കും. എന്നിട്ട് ഇതങ്ങ് എടുത്തിട്ടൊരു പിടുത്തങ്ങ് പിടിക്കുമ്പം എൻ്റെ ചങ്ങാതി ഇതേ കിളി പോതെ ഇതുപോലെ ഇരിക്കും പഴംപൊരി. എന്നിട്ട് ഇതേ നല്ല കുറുകിയ കറിയും കൂടെ എടുത്ത് ആ പഴംപൊരി ഇത് സൈഡിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ ചങ്ങാതി ഇപ്പം തന്നെ കൊതി വരുന്നുള്ളൂ. ഒന്നും നോക്കണ്ട. വൈകുന്നേരം നേരെ പിടിപ്പിച്ചു എൻ്റെ അമ്മ റെസ്റ്റോറൻറ്റിലേക്ക്. ഒരു രക്ഷയില്ല. നേരെ എന്നിട്ട് ഈ സാധനം സ്പെഷ്യലായിട്ടങ്ങ് ഓർഡർ ചെയ്ത് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് വാരി വിതറ എൻ്റെ ചങ്ങാതിമാരെ. കണ്ടില്ലേ, ആ സമയത്ത് നമ്മൾ ഈ പ്രാവശ്യം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചങ്ങാതിയും കൂട്ടിക്കൊണ്ട് പോയി. ചങ്ങാതിയോട് ഒരു പിടിപ്പിക്കാൻ പറഞ്ഞു. ചങ്ങാതി ഭയങ്കര സീരിയസോടെയാണ്, ഭയങ്കര വലിയ സംഭവം എന്നുള്ള രീതിയിലൊരു പിടുത്തങ്ങ് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പയ്യെ പുള്ളിയെ മുഖം ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ആ മുഖത്തിൻ്റെ രൂപവും ഭാവമൊക്കെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു രക്ഷയില്ല. പിന്നീട് പുള്ളിയൊരു പിടുത്തം എന്ന് പറഞ്ഞാൽ 1.5 പിടുത്തമായിരുന്നു കേട്ടോ. സംഭവം വേറെ ലെവലാന്ന് പുള്ളി തന്നെ പറഞ്ഞു. ഒരു രക്ഷയില്ല. ഇങ്ങനെയുള്ള ഐറ്റമൊക്കെ ട്രൈ ചെയ്യേണ്ട ചങ്ങാതിമാരെ. സംഭവം എങ്ങനെയുണ്ടെന്ന് അറിയുകയും ചെയ്യാമല്ലോ. ഒന്നും നോക്കണ്ട, നേരെ പിടിപ്പിച്ചോ ഏറ്റുമാനൂരിലേക്ക് എൻ്റെ അമ്മ റെസ്റ്റോറൻറ്റ്, മാതാ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സാധനം. എന്നിട്ട് ഇതുപോലെയുള്ള കിടുക്ക ഐറ്റം കിട്ടുന്ന ഏതെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിലൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ. നല്ല പഴംപൊരി കിട്ടുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ഐറ്റമായിട്ട് ഇനിയും നമ്മൾ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഷെഫ് നിബു ദ ആൽക്കമിസ്റ്റ് എന്നുള്ളത് അങ്ങ് തള്ളിവിടുക എൻ്റെ ചങ്ങാതിമാർ. ഇതും കൂടെ നിങ്ങളുടെ സ്നേഹമല്ലേ എല്ലാം. ഒന്നും നോക്കട്ടെ, കണ്ണടച്ചങ്ങ് തള്ളിവിടും ചങ്ങാതിമാർ.